ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ ആക്റ്റീവ വണ്ടിയാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു നടന്നാൽ സെൽഫിലും ആവണ്ടായില്ല, കിക്കർ അടിച്ചിട്ടും വണ്ടി സ്റ്റാർട്ട് ആവണ്ടായില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പ്ലഗ് ഷോർട്ട് ചെയ്താണ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചത്. കിക്കർ അടിച്ചിട്ടും ആവാഞ്ഞത് ഇതിൻ്റെ കംപ്ലൈൻ്റ് ആണ്. സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചേക്കണതെന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. കാരണം വെച്ചാൽ 2020 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് നമുക്കിതും ഇരിക്കണത്. 12 വോൾട്ട് 7 ആംപിയർ എന്ന ബാറ്ററിയാണ് ഇരിക്കണേ. 7 അല്ല 5 ആംപിയർ. അപ്പോൾ അതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കണമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.13 വരെ വന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ 12 വോൾട്ടാണ് ആവറേജ് വോൾട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക, പോയ ബാറ്ററിയായിട്ടാണ് കാണിക്കുന്നത്. തന്നെയല്ല നമുക്ക് സെൽഫൊക്കെ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു മൂളിച്ച മാത്രമേ ഉള്ളൂ. അത് ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്. 2020 മോഡൽ, ഏകദേശം 4 വർഷം പഴക്കമുണ്ട്. ബാറ്ററി മാറ്റിയാലാണ് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് റെഡിയാക്കാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് കയറ്റിയ സമയത്ത് അതിൻ്റെ എഞ്ചിൻ ഓയിലും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉള്ള കാരണം. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് ഓയിലിൻ്റെ ലെവലൊന്നും കാണുന്നില്ല. അപ്പോൾ ഓയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം അഴുക്ക് മോശമായിട്ടുണ്ട്. കാരണം അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിയിൽ കറുത്ത ആ ഒരു സ്റ്റേജാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിനകത്തേക്ക് ലെവൽ ഒഴിക്കണതിൽ നല്ലത് ഓയിൽ മാറ്റി ഒഴിക്കണതായിരിക്കും കേട്ടോ. അതല്ലെങ്കിൽ ഇപ്പോൾ മാറ്റുന്നില്ലെങ്കിൽ തന്നെ ഓയിൽ ലെവൽ നിർബന്ധമായിട്ടും ചെയ്യണം. കാരണം അത്രയ്ക്ക് ഓയിൽ ലെവൽ കുറവായിട്ടാണ് കാണുന്നത്. മാറ്റുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം. ഓയിൽ ലെവൽ കുറഞ്ഞു പോയേക്കണ കാരണം തന്നെ ഒരു മാസം കഴിയുമ്പോൾ ഓയിലൊന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ നോക്കാം. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് പ്ലഗും ബാറ്ററിയും മാറ്റി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡേയ്സ് റെഡിയാവും. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക.